ഡോക്ടർ മേരി ജോർജ് മാഡം കഴിഞ്ഞ എപ്പിസോഡിൽ KSRTCയിൽ സൗജന്യ യാത്രാ പദ്ധതി എങ്ങനെ നടപ്പിലാക്കുമെന്ന് മാഡം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് ഈ പ്രൈവറ്റ് ബസ്സുകാരെ അത് എങ്ങനെ ബാധിക്കും എന്നതുകൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ്. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് KSRTCയിൽ സൗജന്യ യാത്ര നടപ്പാക്കുമെന്ന ആത്മവിശ്വാസം മാഡത്തിനുമുണ്ട്. ആത്മാർത്ഥമായി ശ്രമിച്ചാൽ പ്രതിസന്ധി തരണം ചെയ്യാം എന്നും മാഡം സൂചിപ്പിച്ചു. പക്ഷേ യാത്രക്കാരുടെ കുറവ് കൊണ്ട് ഇപ്പോഴേ കഷ്ടത്തിലായ സ്വകാര്യ ബസ് വ്യവസായത്തിന് ഈ സൗജന്യ യാത്രാ പദ്ധതി വൻ തിരിച്ചടിയാകുമെന്നാണ് ബസ് ഓണേഴ്സ് പറയുന്നത്. 15 വർഷത്തിനിടെ സ്വകാര്യ ബസ് സർവീസ് മേഖലയിൽ 25,500 ബസ് സർവീസുകൾ നിർത്തുകയും 35,000 പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരിൽ പകുതിയിലധികം സ്ത്രീകളാണ്. KSRTCയിൽ ഈ സൗജന്യ യാത്ര നടപ്പാക്കി തുടങ്ങിയാൽ ഈ സ്ത്രീകളിൽ ഭൂരിപക്ഷവും KSRTCയിലേക്ക് വരികയും ചെയ്യും. ഇതോടെ സ്വകാര്യ ബസ്സുകളുടെ വരുമാനം വീണ്ടും കുറയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സ്വകാര്യ ബസ് ഉടമകളെ കൂടി എങ്ങനെ വിശ്വാസത്തിലെടുക്കും സർക്കാർ? അല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യാനാകും? അവരെ വിശ്വാസത്തിലെടുക്കാനുള്ള ഈ സ്വകാര്യ ബസ്സുകാരെ വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു മാർഗമാണ് ഞാൻ പറഞ്ഞത്. നീല കാർഡും മഞ്ഞ കാർഡും ഉടമകൾക്കൊക്കെ ഈ സൗജന്യം അനുവദിക്കുക, മറ്റുള്ളവർക്ക് സൗജന്യം നൽകാതിരിക്കുക. അപ്പോൾ KSRTCയുടെ പ്രതിസന്ധിക്കും ഒരു പരിഹാരം, ഒരു ഭാഗികമായിട്ടെങ്കിലും പരിഹാരം നേരിട്ട് കാണുകയാണ്. അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ് ഉടമകളെയും സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതായത് സ്വകാര്യ ബസ്സുകളിലൊക്കെ ദീർഘദൂര യാത്രയാണെങ്കിൽ, ഏത് യാത്രയാണെങ്കിലും എല്ലാത്തരം ആൾക്കാരുമാണ് യാത്ര ചെയ്യുന്നത്. അപ്പം അത് മാത്രമല്ല, പുരുഷന്മാരെങ്ങും പോകുന്നില്ലല്ലോ. സ്ത്രീ യാത്രക്കാർ, ഇപ്പോൾ തമിഴ്നാട്ടിലെ ഒരു കേസ് നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം 40% സ്ത്രീകളാണ് ഈ സൗജന്യ ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്നതെങ്കിൽ അത് 70% ഉയർന്നു എന്ന് പറഞ്ഞാൽ സ്വകാര്യ ബസ്സുകളിൽ നിന്ന് 10-30% കുറവ് ഉണ്ടായി. അത് അവർക്ക് നഷ്ടമുണ്ടാക്കും. അത് തന്നെ കേരളത്തിൽ സംഭവിക്കാം. ആ കേരളത്തിൽ സംഭവിക്കാം എന്ന സ്ഥാനത്താണ് ഞാൻ പറഞ്ഞത്, മഞ്ഞ നീല കാർഡുകാർക്ക് മാത്രം സൗജന്യം നൽകുക. അപ്പം ഈ പറയപ്പെട്ട KSRTCയിലേക്ക് ചേക്കേറുന്ന സ്വകാര്യ ബസ്സുകളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന KSRTCയിലേക്ക് ചേക്കേറുന്നവരുടെ എണ്ണം അത്ര വലുതായിരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ അത്ര വലുതാണ് എങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലും സബ്സിഡി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി അവരുമായിട്ട് ആലോചിച്ച്, അതായത് അവർക്കും നഷ്ടം ഉണ്ടാകാതെ പിടിച്ചു നിൽക്കാൻ പറ്റണം. ആ തരത്തിൽ അതായത് ഇപ്പോൾ സ്ത്രീ യാത്രക്കാർ മാത്രമല്ലല്ലോ, കേരളത്തിൽ പുരുഷ യാത്രക്കാരും ഉണ്ട്. അപ്പം സ്ത്രീ യാത്രക്കാർ സ്വകാര്യ ഈ സൗകര്യങ്ങളിലേക്ക് മാറുമ്പോഴേക്കും ബസ്സുകളുടെ എണ്ണം കുറഞ്ഞാൽ അത് പൊതുവെ യാത്രാക്ലേശം വർദ്ധിക്കും സംസ്ഥാനത്തെ. അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കരുത്. യാത്രാക്ലേശം ഉണ്ടാകാത്ത പരുവത്തിൽ തന്നെ ഈ മാറ്റം, ഈ ട്രാൻസ്ഫർ സ്വകാര്യ വണ്ടിയിൽ നിന്ന് KSRTC വണ്ടിയിലേക്കുള്ള മാറ്റം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞ കാർഡ് നീല കാർഡ് അവർക്ക് മാത്രമായിട്ട് ഇത് പരിമിതപ്പെടുത്തുക. രണ്ടാമത്, അതുകൊണ്ട് സ്വകാര്യ ബസ്സുകൾക്ക് എന്ത് നഷ്ടം വരുന്നു എന്ന് ഒന്ന് കണക്കാക്കിയിട്ട്, അല്ലെങ്കിൽ വേറെ ഒരു കാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ, KSRTCയിൽ മാത്രം ഈ സൗജന്യം കൊടുക്കുന്നു എന്നുള്ള. അപ്പോഴും അവിടെ പ്രശ്നങ്ങളുണ്ട്. കള്ളക്കണക്ക് കാണിച്ചുമൊക്കെ സ്വകാര്യ ബസ്സുകൾ അവർക്കും കൂടി ഇങ്ങനെ സൗജന്യ യാത്രയുടെ ടിക്കറ്റ് കൊടുത്തതിനനുസരിച്ച് ആ പേയ്മെൻറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കുക എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ കള്ളക്കണക്കൊക്കെ പെരുപ്പിച്ച് കാണിച്ചൊക്കെ കൂടുതൽ മേടിച്ചെന്നൊക്കെ വരും. അപ്പോൾ അതൊരു സ്വാഗതാർഹമായ നടപടിയല്ല. അതിനേക്കാൾ നല്ലത് അവർക്ക് അവരുടെ നഷ്ടം എത്രയാണെന്ന് വളരെ കൃത്യതയോടെ പരിശോധിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ പരിശോധകർ പോയി അവർ എത്ര കുറവുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട്, യാത്രക്കാരുടെ എണ്ണത്തിൽ ഒരു വശത്തുണ്ടായ കുറവ് തന്നെ ആയിരിക്കണം മറുവശത്തുണ്ടാകുന്ന വർധനവ്. അപ്പം KSRTCയിൽ എത്ര വർധനവുണ്ടായി, അതിനനുസരിച്ച് സ്വകാര്യ ബസ്സുകളിൽ കുറവുണ്ടായിട്ടുണ്ടോ, എത്ര ശതമാനം കുറവുണ്ടായി എന്ന് നോക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും സൗജന്യം, അതായത് സബ്സിഡിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് അവരെ സമാധാനിപ്പിക്കുന്നത്, അതൊക്കെ ഗവൺമെൻറ് ആലോചിക്കേണ്ട കാര്യം. പക്ഷേ ഗവൺമെൻറ് തീർച്ചയായിട്ടും ആലോചിക്കണം. കാരണം ഒരു മേഖലയെ തലോടുമ്പോൾ അതൊരു മറ്റൊരു മേഖലയ്ക്ക് ഒരു അടിയായിട്ട് കലാശിക്കാൻ പാടില്ല.
കാരണം ഈ സ്വകാര്യ ബസ്സുകൾ യാത്ര ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർ, അത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങോട്ട് കുറേ പേര് മാറിയാൽ തന്നെ അവിടെ പുരുഷന്മാരെല്ലാവരും യാത്ര ചെയ്യുകയാണ്. അവർക്ക് തീർച്ചയായിട്ടും യാത്രാ സൗകര്യം വേണം. അപ്പോൾ അവർക്ക് ആ പുരുഷ യാത്രക്കാർക്കും ആ ബസ്സുകൾക്കും ഒരു വിവേചനം അനുഭവപ്പെടാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയണം. അത് തന്നെ യുക്തിസഹമായി തന്നെ, അതായത് ആർക്കും പ്രയോജനം കിട്ടാത്ത രീതിയിൽ ഖജനാവ് കാലിയാക്കുന്നതായിരിക്കരുത്. ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്ന ഓരോ പൈസയും കൃത്യമായി എത്തേണ്ടിടത്ത് എത്തുന്നു എന്ന രീതിയിൽ കണക്ക് കൂട്ടി വേണം ഈ കരുക്കൾ നീക്കാനായിട്ട്. മേഡം പറഞ്ഞത് ശരിയാണ്. പക്ഷേ ശരിക്കും ഖജനാവ് മെച്ചപ്പെട്ടിട്ട് പോരായിരുന്നോ ഈ ഒരു തീരുമാനമെടുക്കാൻ? അതായത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സതീശന് കൈ പൊള്ളുമോ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. സതീശന് കൈ പൊള്ളേണ്ട കാര്യമില്ല. സതീശൻ അങ്ങനെ കൈ പൊള്ളത്തക്ക ഒരു തീരുമാനം എടുക്കുന്നയാളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നേരിട്ട് എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെയധികം അടുപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, ഇലക്ഷൻ സമയത്ത് നടത്തിയ പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങളൊക്കെ കൃത്യമായി എന്താണ് പറയുക, വസ്തുതകളായി മാറി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ്, അദ്ദേഹം മുഖ്യമന്ത്രിയായി, അത് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ അദ്ദേഹം മാത്രമായിട്ടല്ല ഈ തീരുമാനങ്ങൾ എടുത്തത്. ഇത്തരം സൗജന്യങ്ങൾ കൊടുക്കണം എന്നുള്ളത് UDFൻ്റെ ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ അത് ഈ നാട്ടിലെ സ്ത്രീകൾക്ക്, അതായത് ഇപ്പം നമുക്കറിയാം ഡീലിമിറ്റേഷൻ്റെ ഒരു കാരണം പറഞ്ഞുകൊണ്ട്, സത്യത്തിൽ അത് തെറ്റായ ഒരു ന്യായീകരണം മാത്രമായിരുന്നു. 33% സംവരണം സ്ത്രീകൾക്ക് അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കും തൽക്കാലം നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്, ഡീലിമിറ്റേഷൻ്റെ കാരണവും പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾ വലിയ തോതിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട് എന്ന് ശ്രീ VD സതീശന് നല്ലവണ്ണം അറിയാം. അത് കേരളത്തിലാണെങ്കിലും ഓൾ ഇന്ത്യ തലത്തിലാണെങ്കിലും. അപ്പം കേരളത്തിൽ എല്ലാവരും വിദ്യാസമ്പന്നരാണ് എന്നൊക്കെ പറയുന്ന ഈ കേരളത്തിൽ ആ തരത്തിലുള്ള ഒരു വിവേചനം സ്ത്രീകൾ അനുഭവിക്കുമ്പോൾ അവർക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ഞങ്ങളോടുള്ള ഒരു കരുതലാണ് ഇത് എന്ന് തോന്നുന്ന തരത്തിലുള്ള നടപടികൾ, അത്തരം നടപടികൾ കൊണ്ടുവരണം സ്ത്രീ വോട്ടർമാരുടെ വോട്ട് കിട്ടാൻ. അത് മാത്രവുമല്ല, അവരിൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട്. നമുക്കറിയാം ഇവിടുത്തെ കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് ഒക്കെ കേരളത്തെ എത്ര കണ്ട് ഉയർത്തുന്നുണ്ടെന്ന്. അന്താരാഷ്ട്ര ലെവലിൽ തന്നെ നമ്മുടെ വനിതാ സംരംഭങ്ങൾ വളരെ പ്രശസ്തങ്ങളാണ്. വേൾഡ് ബാങ്കിൻ്റെ ഒക്കെ വെബ്സൈറ്റിൽ കയറിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കേരളത്തിലെ വനിതകൾ എന്ന് പറഞ്ഞാൽ വെറും വനിതകളല്ല, അവർ ശരിക്കു പറഞ്ഞാൽ അവർക്ക് ലഭ്യമാകുന്ന സാധ്യതകൾക്കപ്പുറം ശാക്തീകരിക്കപ്പെട്ട വനിതകളാണ്. അങ്ങനെയുള്ള വനിതകളെ ചേർത്ത് പിടിക്കുന്നത് തീർച്ചയായിട്ടും അനിവാര്യമാണ് ഈ സാഹചര്യത്തിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അതായത് UDF എടുത്ത തീരുമാനമാണ്, ഇലക്ഷന് മുൻപെടുത്ത തീരുമാനം, ഇലക്ഷന് മുമ്പെടുത്ത വാഗ്ദാനം. ആ വാഗ്ദാനം പാലിക്കാനുള്ളത് ഖജനാവ് അവർ തീർച്ചയായിട്ടും നിറച്ചുകൊള്ളും, ഐ എം ഷുവർ. കാരണം ആ ഖജനാവ് നിറയാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. ആ സാധ്യതകൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താത്തതാണ് കഴിഞ്ഞുപോയ ഗവൺമെൻറ്റിൻ്റെ വലിയ എന്താ പറയുക അപരാധമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഖജനാവ് നിറയ്ക്കാൻ പറ്റും, ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റാനും പറ്റും.